നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിലാണ് വയനാട് സ്വദേശിയായ നസീറ മരിച്ചതെന്ന ആരോപണവുമായി സഹോദരൻ യൂസഫ് അലി. ടി സിദ്ദിഖ് എംഎൽഎയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നസീറയുടെ കുടുംബം രംഗത്ത് വന്നത്. വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതാണ് സഹോദരി മരിക്കാൻ കാരണമായതെന്നും യൂസഫ് അലി പ്രതികരിച്ചു. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നസീറ ഇന്നലെ അപകടനില തരണം ചെയ്തിരുന്നുവെന്നും നസീറയുടെ മകളുടെ ഭർത്താവ് നൈസുൽ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രിയാണ് നസീറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ഇന്നലെ നസീറ ജ്യൂസ് രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരുന്നുവെന്നും കുടുംബം പറയുന്നു. പുക ഉയർന്നതോടെ എമർജൻസി ഡോർ പോലും ഇല്ലാതിരുന്ന ആശുപത്രിയിൽ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഐസിയുവിൽ നിന്നും വെന്റിലേറ്ററിൽ നിന്നും രോഗികളെ പുറത്തേക്ക് ഇറക്കിയത്. വെന്റിലേറ്ററിൽ നിന്ന് സഹോദരിയെ മാറ്റിയപ്പോൾ പകരം സംവിധാനങ്ങളൊന്നും സജ്ജമാക്കിയില്ല. ഇതാണ് നസീറ മരിക്കാൻ കാരണമായതെന്നും കുടുംബം ആരോപിച്ചു. നസീറ ഉൾപ്പെടെ 3ഓളം രോഗികളുടെ മരണം നടന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഷോർട്ട് സർക്യൂട്ട് അപകടവുമായി ബന്ധപ്പെട്ടെന്നായിരുന്നു ടി സിദ്ദിഖ് എംഎൽഎയുടെ ആരോപണം. നസീറയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നാൽ ഇന്നലെ സംഭവിച്ച മരണങ്ങൾക്ക് അപകടവുമായി ബന്ധമില്ലെന്നും നസീറയുടെ ഉൾപ്പെടെ നില അതീവ ഗുരുതരമായിരുന്നുവെന്നുമാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം മരിച്ച 5 പേരുടെ മരണകാരണം സംബന്ധിച്ച് അവ്യക്തത നീങ്ങിയിട്ടില്ല. 2 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വയനാട് മേപ്പാടി സ്വദേശി നസീറ, വടകര സ്വദേശി സുരേന്ദ്രൻ, വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, മേപ്പയ്യൂർ സ്വദേശി ഗംഗാധരൻ മറ്റൊരാൾ എന്നിവരാണ് മരിച്ചത്. ഇതിൽ നസീർ ഉൾപ്പെടെയുള്ളവർ പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് ടി സിദ്ദിഖ് എംഎൽഎ ആരോപിച്ചത്. ഈ വാദം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തള്ളുകയായിരുന്നു. നസീറുടെ അടക്കം 2 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്ന് നടക്കുക. വെള്ളിയാഴ്ച രാത്രി 7:40 അത്യാഹിത വിഭാഗം കെട്ടിടത്തിന്റെ താഴെ നിലയിലെ CT സ്കാനിന് സമീപമുള്ള UPS റൂമിൽ നിന്ന് പൊട്ടിത്തെറിയോടെ പുക ഉയർന്നത്. പുക മുഴുവൻ ഭാഗത്തേക്കും പടർന്നതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും പരിഭ്രാന്തരായി ചിതറിയോടി. അത്യാഹിത വിഭാഗം ഉൾപ്പെടുന്ന ന്യൂ ബ്ലോക്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെയും ഫയർഫോഴ്സിന്റെയും പരിശോധന ഇന്ന് നടക്കും. അത്യാഹിത വിഭാഗം മെഡിക്കൽ കോളേജിലെ ഓൾഡ് ബ്ലോക്കിൽ താൽക്കാലികമായി ക്രമീകരിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. അത്യാഹിത വിഭാഗത്തിൽ പുക നിറഞ്ഞതോടെ അപായ അലാറം നിർത്താതെ മുഴങ്ങി. 7 നില കെട്ടിടത്തിൽ 500-ലേറെ രോഗികളും അതിലേറെ കൂട്ടിരിപ്പുകാരുമാണ് ഉണ്ടായിരുന്നത്. ആളുകളെ പരസ്പരം കാണാനാകാത്ത തരത്തിൽ പുക നിറഞ്ഞ് താഴെ നിലയിൽ നിരവധി രോഗികളുണ്ടായിരുന്നു. സ്ട്രെച്ചറിലും വീൽ ചെയറിലുമായി ഇവരെ ആദ്യം പുറത്തെത്തിച്ചു. പിന്നാലെ 2, 3, 4 നിലകളിലുള്ളവരെയും പോലീസും ആശുപത്രി അധികൃതരും ചേർന്ന് ഒഴിപ്പിച്ചു. പുക ശ്വസിച്ചല്ല മരണമെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KG സജിത് കുമാറാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് വയനാട് സ്വദേശിയുടെ മരണം. ആരോഗ്യമോശമായ സാഹചര്യത്തിലുള്ളവരാണ് ചികിത്സയിലുണ്ടായിരുന്നത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പുക ഉയർന്നതോടെ രോഗികളെ മുഴുവൻ മാറ്റിയെന്നും മറ്റ് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും എല്ലാം നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് പരിശോധിച്ചാലേ സ്ഥിരീകരിക്കാനാവൂ എന്നാണ് ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കിയത്. ഈ പരിശോധനയടക്കം ഇന്ന് നടക്കും. അത്യാഹിത വിഭാഗം മുഴുവനും പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ അത്യാഹിത സേവനം ലഭ്യമാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനം കൂടി ഇവിടെ ലഭ്യമാകും.